പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. കർത്താവ് ഇയാൾക്ക് പർദീസ കവാടം തുറന്നു കൊടുക്കട്ടെ. അങ്ങനെ മരണമില്ലാത്തതും നിത്യാനന്ദം നിലനിൽക്കുന്നതുമായ പിതൃദേശത്തേക്ക് ഇയാൾ തിരിച്ചെത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞച്ചനളിയൻ്റെ ജോർജിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ ആഴ്ച ഉത്ഥാനത്തിൻ്റെ അഷ്ടദിനങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന് വയലറ്റ് നിറമല്ല വെള്ള നിറം കുർബാനയ്ക്ക് ഞങ്ങൾ അണിഞ്ഞിരിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ചൈതന്യത്താൽ നിറയപ്പെടുവാൻ പ്രത്യേകമായി ഈ ഒരാഴ്ചക്കാലം തിരുസഭ നമുക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ്. ഈശോയെടുത്ത് മരിക്കുമ്പോൾ ഈശോയെടുത്ത് ഉത്തിതരാകും. അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം. ഈശോ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു. മരണത്തെപ്പോലും തോൽപ്പിച്ചു കർത്താവ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം രൂപത്തിൽ ഇന്ന് ഈ ദിവ്യപൂജയിൽ നമ്മുടെ ഓർമ്മയിൽ വരികയാണ്. നമ്മിൽ നിന്നും മരണകവാടത്തിലൂടെ ഈ ലോകത്തു നിന്നും കടന്നുപോയ അളിയൻ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന സ്വർഗം പോകുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. കടന്നു വന്ന് അവിടുന്ന് നമ്മുടെ കണ്ണുനീരൊപ്പി നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് പശ്ചാത്താപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തുകൊണ്ടാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരിയെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ,
കനിയണമേ കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, കുരിശിന്റെ രഹസ്യത്താൽ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങേ പുത്രന്റെ ഉത്ഥാനത്തിന്റെ കൂദാശയാൽ മുദ്രിതരാക്കുകയും ചെയ്തുവല്ലോ. ഈ ലോകത്തുനിന്നും അങ്ങേ പക്കലേക്ക് അങ്ങ് വിളിച്ച അങ്ങയുടെ ദാസൻ ജോർജിനെ അങ്ങേ രാജ്യത്തിലേക്ക് സ്വീകരിച്ച് സമാധാനത്തിന്റെയും പ്രകാശത്തിന്റെയും സ്ഥലത്ത് എത്തിച്ചേരുവാനും അങ്ങേ വിശുദ്ധ സമൂഹത്തിൽ പങ്കുചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുമടിയും ദിണ്ടും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആത്മാവിനെ അങ്ങയുടെ സ്ഥാനത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നവരാരും ലജ്ജിതരാവുകയില്ല. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ ഏറ്റവും ബഹുമാനപ്പെട്ട മോൻസിനോർ ജോസ് തോമസ്, ബഹുമാനപ്പെട്ട ജോർജിനോ ബോർച്ച, പ്രിയപ്പെട്ട ഡയോജയുടെ വേർപാടിൽ മുഖ്യനായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സ്മരണകളിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ജോർജറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ നിമിഷങ്ങളാണ് ചിന്തകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എങ്കിലും നമ്മുടെ വിശ്വാസമനുസരിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ പ്രത്യാശ നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്ന് നമുക്കറിയാം. ക്രിസ്തു ശിഷ്യന്മാര് ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഉദ്ധിതനായ ക്രിസ്തു കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം നമുക്കറിയാം. ചിലപ്പോഴെങ്കിലും അവിശ്വസിച്ചുവെങ്കിലും ഉദ്ധിതനായ ക്രിസ്തു ഉദ്ധിതനായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അവരുടെ ജീവിതത്തിലുണ്ടായ പിന്നീടുണ്ടായ മാറ്റങ്ങൾ. പത്രോസ് എന്ന വ്യക്തി ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം പത്രോസ് നടത്തിയത് പ്രസംഗം എന്ന് പറയുന്നു. 3000 പേരുടെ മുമ്പിൽ ആ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുവെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തു പത്രോസിനെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അനുഭവം പത്രോസിന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ നമ്മളേവരും കടന്നു പോകേണ്ടതാണ്. എങ്കിലും കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനം ഇതാണ്: എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ കൂടെ ഉണ്ടാകും, സ്വർഗത്തിലുണ്ടാകും എന്നുള്ള അവിടുത്തെ വാഗ്ദാനം. നമ്മുടെ
ഏറ്റവും പ്രിയപ്പെട്ട ജോർജേട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി ഭവനത്തിൽ സ്വീകരിച്ച നിമിഷങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ വിളിച്ചു പറയുമ്പോൾ പറയും കറിയൊന്നുമില്ല, എങ്കിലും ഉള്ളത് ഒക്കെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ സ്നേഹത്തോടുകൂടി അത് വിളമ്പിത്തരികയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ നിമിഷങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. അത്രയേറെ ഒരു സ്നേഹവും കരുതലും യുവവേട്ടനും ലഭിക്കാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ കുടുംബത്തിൽ. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്കും അതുപോലെ ജീവിത പങ്കാളിക്കുമൊക്കെ ആ നഷ്ടം എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും, അറിയാൻ സാധിക്കും. അത്രത്തോളം സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥനായിരുന്നു ജോർജേട്ടൻ. യോനയോട് പോയി കഴിഞ്ഞിട്ട് ആണെങ്കിൽ പോലും എന്നെ വിളിക്കുകയും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആയിരുന്ന സമയത്ത് പോലും വിളിച്ച് അന്വേഷിക്കുന്നു, രോഗവിവരങ്ങൾ തിരക്കാറുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പം ആ ഒരു സ്നേഹം പ്രത്യേകിച്ച് ദേവാലയത്തോടുള്ള തിരുകുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവത്തോടും ദേവാലയത്തോടും ബന്ധപ്പെട്ട ഒരു ജീവിതമായിരുന്നു തിരുകുടുംബത്തിന്റെ. ആണ്ടുതോറുമുള്ള പെസഹയിൽ അവർ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഞായറാഴ്ചകൾ പോലും ഞാൻ ഓർക്കുന്നുണ്ട് പുറകിൽ അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ദേവാലയത്തോട് ബന്ധപ്പെട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. ദേവാലയ കാര്യങ്ങളിൽ ഇവിടെ ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതിനും ഒത്തിരിയേറെ സപ്പോർട്ട്, അത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാം എന്നുള്ള ആ ഒരു വലിയൊരു കരുത്ത് നൽകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. കുടുംബത്തോട് അതോടൊപ്പം തന്നെ ഉള്ള ബന്ധവും ആ സ്നേഹവും ഒക്കെ അനുഭവിക്കുവാനും അറിയുവാനുമൊക്കെ ഇവിടെ ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് അറിയാം. ഇതൊന്ന് അത് കഴിഞ്ഞിട്ടാണ് പോയി കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള വിളിയും പറച്ചിലില്ലെങ്കിൽ പോലും ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചില ഈ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള ചില സ്റ്റാറ്റസുകളൊക്കെ ഇടുമ്പോഴത്തേക്കും അതിനൊരു മെസ്സേജിനൊരു തംസപ്പ് കൊടുക്കുകയും സൂപ്പറാണെന്നുള്ള രീതിയിൽ 100% ശരിയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഒരു മെസ്സേജ് ഒക്കെ എപ്പോഴും എൻ്റെ ഭാവി കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തോടും മനുഷ്യനോടുമുള്ള ബന്ധത്തിൽ ഹൃദ്യമായ രീതിയിൽ സമൂഹത്തോടും താൻ ജീവിക്കുന്ന ഇടങ്ങളിലുമെല്ലാം തന്റെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ച വ്യക്തിത്വം തുടങ്ങിയാണ് ജോർജേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തെ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചു എന്നതുകൊണ്ട് ദൈവത്തോടെ കൂടെ ആയിരിക്കുവാനായിട്ട് കടന്നുപോയതാണ് എന്നുള്ള വലിയ പ്രത്യാശയാണ് ഈ നിമിഷം നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ പറയുന്നതുപോലെ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി കടന്നുപോയതാണ് എന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയിലൂടെ, പ്രത്യേകിച്ച് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാനുഷികമായ ബലഹീനതകളിൽ വന്നുപോയ തെറ്റുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ മാനുഷിക ബലഹീനതകൾ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്താൽ പൊറുക്കപ്പെടുവാനായിട്ട് അവർക്കിന്റെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമുക്കറിയാം, ഇവിടെ ജനിച്ചു വീഴുമ്പോൾ നമ്മളൊന്നുമില്ലാതെ ജനിച്ചു വീഴുന്നു, തിരിച്ചു പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നത് നമ്മുടെ നന്മകൾ മാത്രമാണ്. ജോർജേട്ടനെ സംബന്ധിച്ചിടത്തോളം
ആ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുമായി ചെയ്ത എല്ലാ നന്മകളും തീർച്ചയായിട്ടും ആ സ്വർഗത്തില് അതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുക. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഈ ബലിയിലൂടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. മാനുഷികമായ ബലഹീനതകളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാനും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ആത്മാവിന്റെ മേൽ ഉണ്ടാകുവാനും നമ്മുടെ ഈ ബലിയിലും തുറന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങളോട് നൽകിയ എല്ലാ നന്മകൾക്കും, പ്രത്യേകിച്ച് കുടുംബത്തിനും സമൂഹത്തിനും, പ്രത്യേകിച്ച് വൈദികരോടും ഒക്കെ ചെയ്ത വലിയ സ്നേഹത്തിനുമൊക്കെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയും ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരരെ, ഈ പെസഹ കാലത്ത് കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്തുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്നാനം വഴി ഒരിക്കൽ നിത്യജീവന്റെ ആരംഭം സ്വീകരിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോർജിനെ വിശുദ്ധരുടെ സഹവാസത്തിൽ പങ്കുചേരുവാൻ തിരുവുള്ളമാകുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവിന്റെ ശരീരം പൂജിച്ച ഈ സഹോദരൻ അവിടുന്ന് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കരങ്ങൾ കൂപ്പി ഹൃദയഭാഗത്ത് ചേർത്ത് വെച്ച് നമുക്ക് അളിയനെ ദൈവസേനയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹത്തെ ഓർത്ത് ദൈവകരങ്ങളിലേക്ക് നമുക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്വന്തമാകാൻ നമ്മളെ വിളിക്കുന്ന ഒരു അനുഭവമാണ് മരണം. അളിയനെ പൂർണ്ണമായും തൻ്റെ രാജ്യത്തിൽ തന്നോടുകൂടി ആയിരിക്കാൻ കർത്താവ് പ്രത്യേകമായി വിളിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അദ്ദേഹത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ പരസ്പരം സ്വന്തമെന്ന് കരുതുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. എന്നാൽ മരണത്തിലൂടെയോ നമ്മളെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായതിനാൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വിളിക്കും. അളിയിലൂടെ നമ്മിലേക്ക് ചുരിയപ്പെട്ട അനുഗ്രഹങ്ങളോർത്ത് നാം സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച അളിയനെ ദൈവഗ്രഹങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കടന്നു വരട്ടെ. ഉച്ചത്തിനായ ഈശോ കടന്നു വന്ന് നമ്മുടെ കണ്ണുനിരുപ്പി നമ്മെ ആശ്വസിപ്പിക്കും. ഈ കാലയളവിൽ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തുനിന്നും അങ്ങയെ പക്കലേക്ക് വിളിച്ച ജോർജിനെ കർത്താവെ പ്രത്യേകമായി അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
ചെയ്യാം. കണ്ണീരി പുഷ്പങ്ങൾ ഹൃദയാഞ്ജലി രുധിരം നിറഞ്ഞൊരിയൾക്കാരേ ത്യാഗത്തിൻ ബലിയ ആദാനമാ സന്തതം സാമോദം പൂജ ചെയ്യാം. കണ്ണീരി പുഷ്പങ്ങൾ ഹൃദയാഞ്ജലി പ്രിയ സഹോദരരെ,
ജോർജിന്റെ ആത്മശാന്തിക്കായി ഞങ്ങളും നിങ്ങളും ചേർന്ന് സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയോട് കേടപേക്ഷിച്ചുകൊണ്ട് അങ്ങേ ദാസൻ ജോർജിന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രയാഗങ്ങൾ അങ്ങ് സ്വീകരിക്കുകയും ഇയാളെ തൃക്കൻ പാർക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുരഞ്ജനത്തിന്റെ ഈ ഭക്താനുഷ്ഠാനങ്ങൾ വഴി ഇയാൾ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് ഉയർത്തി നിൽക്കുവാൻ അർഹത നേടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും ഞങ്ങളുടെ കർത്താവായ, ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർത്തുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖാ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധം പരിശുദ്ധം സൈന്യങ്ങൾക്കും കർത്താവാ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾക്കും കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോടേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോടേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഒന്നായി ചേർക്കുമാറാകട്ടെ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സദാശിവൻ മെത്രാനോടും സഹായ മെത്രാനായ ജസ്റ്റിൻ മെത്രാനോടും വൈദികഗണത്തോടുമൊക്കെ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നമ്മുടെ പക്കലേക്കുള്ള സ്വാമിയുടെ ദാസൻ ജോർജ് വൈദ്യശ്ശേരി ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സുരസമാനത്തോടൊന്ന് തിരുമയാളെ അവിടെ ദേവനാമതിരുമന്നാക്കുകയാണ്. ഉയർപ്പിന്റെ പ്രത്യാശ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൂസേഫിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സർവശക്തരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകുർബാനയിലെ ബലിയർപ്പണ നിമിഷമാണ്. ഈശോയുടെ ശരീരവും രക്തവും പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ മഹത്വത്തിനായി അർപ്പിക്കപ്പെടുകയാണ്. നമുക്ക് അളിയനെയും ജോർജിനെയും കർത്താവിനോട് ഒന്നു ചേർത്ത് പിതാവിന്റെ മഹത്വത്തിനായി അർപ്പിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങൾ
ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലേ. ആമേൻ. കർത്താവിന്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കം ചെയ്യുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവിന്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുന്നതാകട്ടെ.
തവ പദം പുരീവ തവ പദം പുരീവ കർത്താവ് അരുൾ ചെയ്യുന്നു, സ്വർഗ്ഗത്തിൽ നിറങ്ങിയ അപ്പം ഇതാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിത്യജീവന്റെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ജോർജിന്റെ ആത്മാവിന് വേണ്ടി എളിമയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. മർത്യതയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ ഇയാൾ ചേർക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിരുക്കർമ്മങ്ങൾ സമാപിച്ചു. കർത്താവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധന്മാരെ രക്ഷണമിയാൻ Oh
പടം തുറക്കൂ നാഥ കാരുണ്യവായി പോടെ നോക്കൂ നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥ നിന്റെ കാരുണ്യമളവറ്റതല്ലോ സർവം പൊറുക്കേണേ നാഥ നിന്റെ കാരുണ്യമളവറ്റതല്ലോ സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവായി പോടെ നോക്കൂ നിൻവിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. പ്രിയ സഹോദരരെ, നമ്മെ പിരിഞ്ഞുപോയ നമ്മുടെ പ്രിയ സഹോദരൻ ജോർജിൻ്റെ ആത്മാവിന് നിത്യവിശ്രമം നൽകുവാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണവാനായ പിതാവേ, പരേതനായ ഞങ്ങളുടെ ഈ സഹോദരന് പാപങ്ങളിൽ നിന്നും മോചനവും അങ്ങയുടെ രക്ഷാകർമ്മത്തിൽ നിന്നുള്ളവാകുന്ന സന്തോഷത്തിൽ പങ്കാളിത്തവും ലഭിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകുമെന്ന് പ്രത്യാശയോടെ നിര പ്രാപിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജോർജ് ചായനെ ശാന്തിയും പ്രകാശവും കൽപ്പിച്ചെള്ളണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ ശരീരം നമ്മുടെ പ്രത്യാഗങ്ങളെ നിർത്തിനേൽക്കാൻ കൽപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരുടെ സർവത്തിലും ഞങ്ങളുടെ തിരുമണം ദർശിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കൃഷ്ണവാൻ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിൻ്റെ ദിവ്യരസത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ പ്രിയപുത്രൻ്റെ മഹനീയമായ ഉത്ഥാനചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങേ ദാസനായ ജോർജിനെ പാപഫലങ്ങളിൽ നിന്നും മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിനകത്ത് നിത്യശാന്തിയേകണമേ. മക്കളും മറ്റു സകല വിശ്വാസിയുടെ മക്കളും കർത്താവിന്റെ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. പരമസ്നേഹരൂപനേ കരുണതൻ കടലേ, അരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാൻ പാരിലെന്നെ ഉയർത്തിടും കുരിശതന്നാലും, പാരിലെന്നെ ഉയർത്തിടും കുരിശതന്നാലും, ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതിഗീതം, ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതിഗീതം, നിൻ സ്തുതിഗീതം. പദം പുൽകാൻ, തവ പദം പുൽകാൻ. നമ്മുടെ താൽ മോശിച്ചിട്ടുണ്ടാകട്ടെ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ അങ്ങയുടെ ഓരോരുത്തർ ഫലമായി മരിച്ച വിശ്വാസം പുത്രനും പരിശുദ്ധാത്മാവിനും മനുഷ്യശ്വാസങ്ങളുടെ ആത്മാവും സർവേശ്വരന്റെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം,
മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു. നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. കരുണ തൻ ബലിയിൽ ദിവ്യകാരുണ്യ സ്നേഹ നീൽ താതനും പുത്രനും ആത്മാവും ഒന്നിച്ച് ആത്മം പകരുമീ അൾത്താരയിൽ അണയൂ ദൈവജനമേ
അറിയൂ ദിവ്യ സ്നേഹം. കരുണ തൻ ബലിയിൽ ദിവ്യകാരുണ്യ സ്നേഹാഗ്നിയിൽ അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. എന്റെ പാദങ്ങളെ കഴുകി തുടയ്ക്കുന്നു ദൈവം. എന്റെ കാലടികളെ ചുംബിച്ചുണർത്തുന്നു ദൈവം. എന്റെ ഭാരങ്ങളെ ചുമലിലെടുക്കുന്നു ദൈവം. എന്റെ പാപങ്ങളെ കുരിശിൽ തറയ്ക്കുന്നു ദൈവം. എന്റെ പാപങ്ങളെ കുരിശിൽ തറയ്ക്കുന്നു ദൈവം. അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. ദാഹജലം തേടുമെന്റെ മുൻപിൽ ജീവജലം നീ സ്നേഹനാഥ. ദാഹജലം തേടുമെന്റെ മുൻപിൽ ജീവജലം നീ സ്നേഹനാഥ. അഴൽ വന്നു മൂടിയോരെൻ്റെ ഹൃദയത്തിൽ അരുണോദയം നീ സ്നേഹനാഥ. അരുണോദയം നീ സ്നേഹനാഥ. കരുണ തൻ ബലിയിൽ ദിവ്യകാരുണ്യ സ്നേഹാഗ്നിയിൽ താതനും പുത്രനും ആത്മാവും ഒന്നിച്ച് ആത്മം പകരുമീ അൾത്താരയിൽ അണയൂ ദൈവജനമേ. അറിയൂ ദിവ്യ സ്നേഹം.
കരുണ തൻ ബലിയിൽ ദിവ്യകാരുണ്യ സ്നേഹാഗ്നിയിൽ അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. അപ്പമായി തീരാനും അലിവുള്ളോരാകാനും തിരുസഭ നമ്മെ ക്ഷണിച്ചിടുന്നു. ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ, തൂവെണ്മയേറും ഓസ്തിയായി എന്നിൽ സ്നേഹമായി മാറും ദൈവമേ, ദിവ്യകാരുണ്യരൂപനേ, ഇന്നെൻ്റെ ഉള്ളിൽ വാഴാൻ കാത്തു നിൽക്കുന്ന ഈശോയേ, തൂവെണ്മയേറും ഓസ്തിയായി എന്നിൽ സ്നേഹമായി മാറും ദൈവമേ, ദിവ്യകാരുണ്യരൂപനേ, വാവാ ഈശോനാഥ